ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നോക്കുന്നത്. നല്ല രീതിയിൽ ഞാൻ സ്ലോവിൽ ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ ഈ ക്ലാസ്സിൽ പറയും. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നവർക്കൊക്കെ അത് സിമ്പിളാക്കി മനസ്സിലാവും. പിന്നെ ഇതിന് മുന്നൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കണേ, അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. പിന്നെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഡെയിലി MCQ പോള് അയങ്ങാണ്ട് ഞാൻ ചെയ്യാറുണ്ട്. ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടൈം വേസ്റ്റ് ആക്കാതെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ ഞാൻ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. R is equal to ρ into L divided by A. ഈ ഇക്വേഷൻ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. R is equal to ρ L by A. ρ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി, പിന്നെ ലെങ്ത്, പിന്നെ ഏരിയ. അപ്പോൾ ഇതിന്റെ ഒക്കെ റെസിസ്റ്റൻസ് കാണാനാണ്. ഇതിന്റെ വയറ് കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. ഇത് ഇവിടെ ലെങ്ത് ആണ്, എല്ലാത്തിനും ലെങ്ത്. ഇത് ഹൈറ്റ്, ഇത് ബ്രെഡ്ത്ത്. ഞാൻ വരച്ചൊരു വ്യത്യാസം ഉണ്ടാവും, അത് നോക്കണ്ട. ഇനി ഞാൻ വയറ് കണക്ട് ചെയ്ത് നോക്കി. ഇപ്പൊ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. വയർ ഇപ്പൊ ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് വിചാരിക്കും. അതായത് ഇവിടെ ഇപ്പൊ ലെങ്ത് ആയിങ്ങാണ്ട്, ഇവിടെ ഡിസ്റ്റൻസ് ആയിങ്ങാണ്ട് ആ ലെങ്ത് ഇവിടെ വരുന്നത് എന്താണ്? L ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് അതേമാതിരി ചെയ്താൽ R റോക്ക് മാറ്റം ഉണ്ടാവില്ല. പിന്നെ ലെങ്ത് ഇവിടെ എന്താണ്? ഈ വയറ് ഇതല്ലേ, ഈ രണ്ട് വയറിന്റെ എന്റെ ഇവിടെയുള്ള ഗ്യാപ്പ് എന്താണ്? ഈ ലെങ്ത് അല്ലേ, അത് L. അപ്പോൾ L ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ ഈ വയറ് എവിടെ കണക്ട് ചെയ്തിരിക്കണേ ആ ഏരിയ എടുക്കുക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഇപ്പോ അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാല് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അപ്പോൾ BH. ഇതുപോലെ ഇതും ചെയ്യാം. ഇനി ഞാൻ വയറ് മാറ്റി കണക്ട് ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ മേലെ ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോവാണ് വയറ്, അതുപോലെ താഴത്തും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇപ്പൊ ലെങ്ത് ഏതാ വരുന്നത്? ഇവിടെ ഈ രണ്ട് വയറിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ L. ഇവിടെ ഈ വയറിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോ ഏതാ? ഈ ഹൈറ്റ് അല്ല വരുന്നത്. അപ്പൊ R is equal to ρ ഇൻറ്റു ഇവിടെ ഡിസ്റ്റൻസ് ഏതാ വരുന്നത്? H ആണ് വരുന്നത്. H ഡിവൈഡഡ് ബൈ ഏരിയ. എങ്ങനെ എഴുതുക? ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് വയർ കണക്ട് ചെയ്ത ഈ ഏരിയ നോക്കി, ഇതാണ് ഈ ഭാഗമാണ്. അത് എന്ന് പറഞ്ഞാല് ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്, B ഇൻറ്റു L. ഇതുപോലെ അത് നോക്കി. ഇനി ഞാൻ വയർ മാറ്റി കണക്ട് ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യാണ്. അതുപോലെ ഇവിടുന്ന് 3D പിക്ചർ ആയതുകൊണ്ട് തന്നെ അലതിയിൽ നോക്കി മനസ്സിലാക്കുക. ഈ ഭാഗമാണ്. ഇപ്പൊ ഇവിടുന്നുള്ള ഡിസ്റ്റൻസ് ഇപ്പൊ ഏതായി? ഈ പോർഷന് ഈ സൈഡിലേക്കുള്ള, അതായത് ഇപ്പൊ ബ്രെഡ്ത്ത് ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആയിങ്ങാണ്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ R is equal to ρ ഇൻറ്റു ലെങ്ത് ആയിങ്ങാണ്ട് ഇവിടെ ഏതാ? ബ്രെഡ്ത്ത് അല്ലേ. ഈ വയറിന് ഈ വയറിലേക്കുള്ള ഡിസ്റ്റൻസ് ഏതാ? B അല്ലേ. B ഇവിടെ ഞാൻ കണക്ട് ചെയ്ത ഈ സൈഡ് നോക്കി, ഈ ഫേസ് നോക്കി, ഇതിന്റെ ഏരിയ എങ്ങനെ വരിക? H ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇതെന്താണ്? L അല്ലേ. ഈ L തന്നെയാണ് ഇവിടെ L ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ H ഇൻറ്റു L. ഇത്രയും സിമ്പിൾ ആയിക്കാണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ഈക്വേഷൻ പഠിച്ചേക്കുക. പിന്നെ അതിന് ഈ പിക്ചർ എങ്ങനെ വരുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ വരും. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.